ഇതിനായിട്ട് ആദ്യം തന്നെ 5-6 വെളുത്തുള്ളി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ്. ഒപ്പം തന്നെ ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 4-5 നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഇല്ലാന്നാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീനിലോട്ട് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ടൈപ്പ് ചെമ്മീൻ കഴിക്കാനായിട്ട്. ഇങ്ങനെ ഗ്രീൻ ചില്ലി ചെമ്മീൻ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചിയാണ്. വലിയ പണിയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീൻ ചില്ലിയുടെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പും പുളിയൊക്കെ ഇതിൽ നല്ലോണം പിടിക്കണം. ഈ എരിവൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 to 30 മിനിറ്റ്സ് നമുക്കിതിവിടെ ഇങ്ങനെ മാറ്റി വെക്കണം. 15 മുതൽ 20-30 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ അടച്ച് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലോട്ട് ചെമ്മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ എല്ലാം റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിവിടുക, ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇങ്ങനെ അവസാനം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും. ആ മണം അങ്ങനെ തന്നെ നമ്മുടെ കറിക്ക് കിട്ടുന്നതായിരിക്കും. ഗരം മസാല ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ഗ്രീൻ ചില്ലി ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. ഇതെത്ര മതി. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചില്ലി പ്രോൺസ് റോസ്റ്റ്, ഗ്രീൻ ചില്ലി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി
ഇതിങ്ങനെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.